ഇപ്പോൾ 2024 ഭയങ്കര നല്ല വർഷമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നല്ല വാർത്തകളാണ് എല്ലായിടത്തും സിനിമയെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നത്. മമ്മൂക്കയുടെ പടമാണ് ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പടം. അങ്ങനെ വീണ്ടും ആ പാട്ടൊന്ന് ആൾക്കാരുടെ ചുണ്ടിലേക്ക് എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. OTT വന്നുകൊണ്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ല സിനിമകൾ നമുക്ക് വിരൽത്തുമ്പിൽ എത്തുന്നുണ്ടെന്നുള്ളതാണ്. സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സ് അത് ശ്രദ്ധിച്ചറിയാം, ഒരേ പോയിന്റിലേക്ക് അങ്ങ് പോകും. അതിനുവേണ്ടിയല്ലേ അവർ ഈ കട്ടപ്പണി എടുക്കില്ലേ. ഞാൻ കാണുന്ന ഒരു സിനിമയും റിവ്യൂ കണ്ടിട്ടോ വായിച്ചിട്ടോ അല്ല ഞാൻ കാണുന്നത്. സിനിമ ആരുടെയും കണ്ണീര് വീഴ്ത്തുന്നതാവരുത്. പ്രിയൻ സാറ് ഭയങ്കര ഒരു റോൾ മോഡലായിട്ട് എൻ്റെ മുന്നിൽ ഞാൻ തന്നെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ദിലീഷിലെ ഡയറക്ടറെ ഇഷ്ടമാണ്, ദിലീഷിലെ ആക്ടറെ ഇഷ്ടമാണ്, ദിലീഷിലെ പ്രൊഡ്യൂസറെ ഇഷ്ടമാണ്. സെല്ലുലോയിഡ് ഫിലിം മാഗസിൻ. സെല്ലുലോയിഡിന്റെ പുതിയൊരു എപ്പിസോഡിൽ അതിഥിയായി എത്തിയിട്ടുള്ളത് ആഡ് ഫിലിം മേക്കറും സംവിധായകനുമായ സൂരജ് ടോമാണ്. നമസ്കാരം സർ. നമസ്കാരം. പാവ എന്ന സിനിമയിലൂടെയാണല്ലോ സംവിധാന രംഗത്തേക്ക് കടക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, ആഡ് പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്ക് വരുന്നത്? പാവ എന്ന സിനിമ നടക്കുന്നത് 2016. ആക്ച്വലി നമ്മളതിൻ്റെ ഒരു ബേസിക് പ്ലാനിങ് ഒക്കെ 2013 സ്റ്റാർട്ട് ചെയ്തതാണ്. 3 വർഷം എടുത്തു അത് പുറത്തേക്ക് വരാനായിട്ട്. അപ്പോൾ 3 വർഷം എടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ടല്ല പറഞ്ഞു. ഷൂട്ട് 2015 ഷൂട്ട് കഴിഞ്ഞു, 2016 റിലീസായി. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ഒരു ആദ്യത്തെ സിനിമയാണല്ലോ. ഞാൻ ബേസിക്കലി ഒരു ആഡ് ഫിലിം മേക്കറാണ്. അപ്പോൾ ഈ പാവയൊക്കെ ചെയ്യുന്നതിന് മുന്നേ തന്നെ എനിക്കിവിടെ ഒരു അഡ്വർടൈസിങ് കമ്പനിയുണ്ട് എറണാകുളം ബേസ് ചെയ്ത്. സൂരജ് ടോം പ്രൊഡക്ഷൻസ് എന്നാണ് അതിൻ്റെ പേര്. ആഡ് ഫിലിംസ് ചെയ്യുന്നുണ്ട്, നമ്മൾ കുറേ ബ്രാൻഡുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നേ ഒരു കാലഘട്ടം, അതായത് ഏകദേശം 2010 മുതൽ ഞാൻ അഡ്വർടൈസിങ്ങിൽ വളരെ സജീവമാണ്. അതിനും മുന്നേ ഉള്ളൊരു കാലഘട്ടമുണ്ട്, ഒരു കുറച്ച് കാലം. അതിന് മുന്നേ ഉള്ളൊരു 10 വർഷത്തോളമുള്ള കാലഘട്ടം നമ്മൾ ടെലിവിഷൻ പ്രോഗ്രാംസ് കുറേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതേകാലത്ത് ചില സീരിയൽസ് ചെയ്തു, 1-2 ചാനലുകൾക്ക് വേണ്ടി. മ്യൂസിക് വീഡിയോസ്, ഡോക്യുമെൻ്ററീസ്, അങ്ങനെ കുറേ പരിപാടികൾ ആയിരുന്നു ആ സമയത്തൊക്കെ നടന്നുകൊണ്ടിരുന്ന പരിപാടികൾ. അപ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ 2010 മുതൽ ടോട്ടലി ഒരു കൊമേഴ്ഷ്യൽ ആംഗിളിലേക്ക്, ഒരു അഡ്വർടൈസിങ്ങിലേക്ക് ടോട്ടലി തിരിഞ്ഞു. ആഡ് ഫിലിംസായി. അങ്ങനെ പോകുന്നതിനിടയിലാണ് അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിരുന്നു. നേരത്തെ ഒരു പടം വർക്ക് ചെയ്തിട്ടുള്ളൂ. അത് ബാബു ജനാർദ്ദൻ്റെ, ബാബു ചേട്ടൻ്റെ ബോംബെ മാർച്ച് 12 എന്ന് പറഞ്ഞ പടമാണ്. മമ്മൂക്കയുടെ പടമാണ്. ആദ്യമായിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന പടം. അപ്പോൾ അന്ന് അങ്ങനെ ഒരു പടം വർക്ക് ചെയ്തു. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ പരസ്യങ്ങളും കാര്യങ്ങളുമായിട്ട് തിരിഞ്ഞു. കഥകളിങ്ങനെ പലതും സിനിമയാക്കാനായിട്ടുള്ള ആലോചനകളും സംസാരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അജീഷ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത് വഴി ഞങ്ങളൊരു സബ്ജക്റ്റ്, അജീഷ് എന്ന് അതിൻ്റെ ഒരു എലമെൻറ്റ് പറയുന്നതും എനിക്ക് ആ എലമെൻറ്റ് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ നമ്മൾ ടോട്ടലി അത് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അതൊരു അതായത് ഒരു ഇടവകയിൽ നടക്കുന്ന ഒരു ക്രിസ്ത്യൻ സറ്റയറാണ് ബേസിക്കലി ആ സിനിമ. അപ്പോൾ ഒരു പ്രായം ചെന്ന 2 ആളുകൾക്കിടയിൽ നടക്കുന്ന ഒരു തോട്ടാണ്. ശരിക്കും അത് അനൂപ് മേനോന്റെയും മുരളിഗോപിയുടെ ഒരു വ്യത്യസ്തമായ ഒരു കഥാപാത്രം, ഇതുവരെയും ചെയ്യാത്തൊരു കഥാപാത്രം തന്നെയാണ്. രണ്ടുപേരും ചെയ്യാത്ത തരത്തിൽപ്പെട്ട ഒരു കഥാപാത്രമായിരുന്നു അത്. അതിനകത്ത് നല്ല രസമായിട്ട് അവർക്കൊരു മേക്ക് ഓവറൊക്കെ പിടിച്ചിട്ടുള്ളൊരു പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റി. അവരുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയും അങ്ങനെ അവളെ പറ്റിയുള്ള ചിന്തകളും ഒക്കെ ആയിട്ടുള്ളൊരു കഥയാണത് മൊത്തത്തിൽ. പ്രയാഗയുടെ ഫസ്റ്റ് സിനിമയാണ് ശരിക്കും പറഞ്ഞത്. പ്രയാഗ ആദ്യം നേരത്തെ ബാലതാരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ എന്നാലും പ്രയാഗ വലുതായ ശേഷം അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയാണ് പാവ. പക്ഷെ റിലീസാവുന്ന അത് ഒരു മുറ ഒന്ന് വാർത്ത എന്ന് പറഞ്ഞ പടം അതിന് മുന്നേ റിലീസായി, ഞങ്ങൾ പിന്നെയാണ് റിലീസാവുന്നത്. അപ്പോൾ അജീഷ് അങ്ങനെ ഒരു ത്രെഡ് പറഞ്ഞു. ആ ത്രെഡിനെ ബേസ് ചെയ്തിട്ട് ഞങ്ങൾ വർക്ക് ചെയ്ത് അങ്ങനെ പോയി. ഞങ്ങളുടെ നാടുമായി ബന്ധപ്പെട്ടൊരു കഥയായിരുന്നു അത്. അതിരമ്പുഴ എന്ന് പറയും, കോട്ടയത്ത് MG യൂണിവേഴ്സിറ്റിക്ക് അറിയില്ലേ, അതിൻ്റെ അടുത്തുള്ള ഏരിയയാണ്. അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലെ പെരുന്നാളും അവിടുത്തെ ചില നൊസ്റ്റാൾജികളും. ശരിക്കും ആ പൊടിമേശം മുളയ്ക്കുന്ന കാലമൊക്കെ ആ സോങ് ഒക്കെ ഭയങ്കര വളരെ ഹിറ്റായിരുന്നു. അതെ. ആ പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു. ആ പാട്ട് ആക്ച്വലി പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ വീണ്ടും ഭയങ്കര ഹിറ്റാണ്. ഇപ്പോൾ മിക്ക ദിവസവും, അതായത് ഡെയിലി നമുക്കൊരു 2-3 റീല് വെച്ച് ആൾക്കാർ അയച്ചു തരുന്നുണ്ട് വാട്സപ്പിൽ. കാരണം റീസെൻ്റ്ലി അത് ഒരുപാട് റീൽസ് പൊടിമേശയുടെ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെ വീണ്ടും ആ പാട്ടൊന്ന്
ആൾക്കാരുടെ ചുണ്ടിലേക്ക് എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. പിന്നെ അതായത് ഇപ്പോൾ ഈ ഒരു കഥാപാത്രം, അതായത് പുതിയ ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ ഇപ്പോൾ പുതിയൊരു സിനിമ ചെയ്യുമ്പോൾ, പാവ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ നിരവധി വെല്ലുവിളികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? ഒരു പുതുമുഖ സംവിധായകനാണല്ലോ. വെല്ലുവിളി ഒന്നും ഇല്ല, കാരണം വെല്ലുവിളികൾ നമുക്ക് വെല്ലുവിളിയായിട്ട് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ചിലപ്പോൾ അത് വെല്ലുവിളി ആയിരിക്കാം, പക്ഷെ നമുക്കൊരു സിനിമ ചെയ്യണമെന്നുള്ള ആഗ്രഹം തലയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ വെല്ലുവിളികളെ അതിജീവിക്കും. നമ്മൾ വെല്ലുവിളികൾ വരുമ്പോഴും തടസ്സങ്ങൾ വരുമ്പോഴും അതിനെ നമ്മളായിട്ട് തന്നെ അങ്ങ് ഓവർകം ചെയ്യും. അയ്യോ വെല്ലുവിളി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇട്ടിട്ട് പോവുകയോ അല്ലെങ്കിൽ അവിടെ വെച്ച് ഡ്രോപ്പ് ചെയ്യുകയോ ചെയ്യത്തില്ല. കാരണം നമ്മുടെ മനസ്സിലൊരു ആഗ്രഹം കയറിപ്പോയല്ലോ, നമ്മുടെ മനസ്സിൽ ഈ സിനിമ ചെയ്യണമെന്നുള്ള ഒരു ശക്തമായ ആഗ്രഹം കയറി കഴിഞ്ഞാൽ നമ്മളത് ലക്ഷ്യത്തിലെത്തിക്കാൻ ശ്രമിക്കും, അത് യാഥാർത്ഥ്യമാകും എന്നുള്ളതാണ് ഞാൻ പഠിച്ച പാഠം. പിന്നെ അതുപോലെ അടുത്തൊരു സിനിമയായിരുന്നു മെഴുതിരി അത്താഴങ്ങൾ എന്ന് പറഞ്ഞ സിനിമ. അനൂപ് മേനോനും മിയ അഭിനയിച്ച സിനിമയായിരുന്നു. അതിൻ്റെ ഒരു ത്രെഡ് എന്ന് പറയുന്ന ഒരു മനോഹരമായിട്ടൊരു പ്രണയകഥ തന്നെയാണ് പറയുന്നത്, ഊട്ടിയുടെ ഒരു പശ്ചാത്തലത്തിൽ. ആ ഒരു സിനിമയ്ക്കുള്ള ഒരു ത്രെഡ് എങ്ങനെയാണ് വന്നിട്ടുണ്ടായിരുന്നത്? അതും ഇതുപോലെ അനുപേട്ടനുമായിട്ട് ഞാൻ പാവ മുതൽ ഞങ്ങൾ വളരെ നല്ല സൗഹൃദത്തിലാണ്. പലപ്പോഴും കാണും, ഇടയ്ക്ക് ഞാൻ അനുപേട്ടൻ്റെ ഫ്ലാറ്റിൽ പോവും, സംസാരിക്കും, സെറ്റിലൊക്കെ പോവും. അങ്ങനെ ഉള്ള ഒരു സംസാരങ്ങൾ. ഇതിനിടയിൽ ഞാൻ അനുപേട്ടനെ വെച്ചിട്ട് ചില പരസ്യങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയുള്ള സബ്ജക്റ്റ് അന്വേഷണത്തിലാണ്. അപ്പോൾ ഞാൻ ആക്ച്വലി ഒരു കഥ, അതൊരു നോവലാണ്, അത് കണ്ടെത്തിയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ അനുപേട്ടനോട് ചോദിച്ചു, അനുപേട്ട ഇത് എഴുതിത്തരാമോ, സ്ക്രിപ്റ്റ് എഴുതിത്തരാമോ എന്ന് ചോദിച്ചു. അനുപേട്ടനത് നോക്കാടാ, നമുക്ക് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് കുറച്ചൊക്കെ ഡെവലപ്പൊക്കെ ചെയ്തു. അതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ ഡെവലപ്പ് ആകുന്നൊരു റൂട്ടൊക്കെ അനുപേട്ടനൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ഒരിക്കൽ പറഞ്ഞിരുന്നു. പക്ഷേ പിന്നീട് ഒരിക്കൽ ഞങ്ങൾ വീണ്ടും വരുമ്പോഴത്തേക്ക് എന്നോട് പറയണം, ഞാൻ വേറെ ഒന്നുകൊണ്ട് കഥകൾ പറയാം, നീ ഇത് കേട്ട് നോക്കുന്നു പറഞ്ഞു. അങ്ങനെ പറഞ്ഞൊരു എലമെൻ്റാണ് എൻ്റെ മെഴുതിരി അത്താഴങ്ങൾ എന്ന് പറഞ്ഞ കഥയുടെ എലമെൻറ്റ്. അതൊരു നല്ല രസമുള്ളൊരു ലവ് സ്റ്റോറിയാണ്. ഒരു തണുപ്പുള്ള സ്ഥലത്ത് ഷൂട്ട് ചെയ്യണം, അതായത് ഊട്ടിയുടെ പശ്ചാത്തലത്തിലായിരുന്നു. അങ്ങനെയാണ് നമ്മൾ തണുപ്പ് ഒക്കെ അതിന് ഭയങ്കര ആവശ്യമായതുകൊണ്ടാണ്, കഥ അത് ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മളത് ഊട്ടി. മൊത്തത്തിൽ അതൊരു ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ഫ്രെയിമുകളും അങ്ങനത്തെ ഒരു പരിപാടിയാണ്. മൊത്തത്തിൽ ഭയങ്കര ഭംഗിയാണ് അതിൻ്റെ എല്ലാ ഈച്ച് ആൻഡ് എവരി ഫ്രെയിംസിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടത്. പക്ഷേ ഇപ്പോൾ ഇത്രയും ഫ്രെയിംസ് ആയാലും, അതായത് മനോഹരമായ മ്യൂസിക് ആയതുകൊണ്ടായാലും പല സിനിമകളും അതായത് ആളുകളെ ഏറ്റെടുക്കുന്നുണ്ട്, പക്ഷേ ഇപ്പം അത്ര ഒരു വിജയം നമുക്ക് കിട്ടിയില്ല എന്നുള്ളത് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് സ്വാഭാവികമായിട്ടും സിനിമ അങ്ങനെ തന്നെയാണല്ലോ. നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. കാരണം ഓരോ കാലഘട്ടത്തിലെയും ഓഡിയൻസ് വ്യത്യസ്തമാണ്, ആൾക്കാരുടെ ടേസ്റ്റ് മാറി വരും. അപ്പോൾ നമ്മൾ പല നല്ല സിനിമകളും, നല്ലതെന്ന് പറയുന്ന പല സിനിമകളും ചിലപ്പോൾ തിയേറ്ററിൽ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നുണ്ടാവാം. ഒരു കാലഘട്ടമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് ടി വിയിൽ വരികയോ അല്ലെങ്കിൽ OTT അല്ലെങ്കിൽ എവിടെയെങ്കിലും യൂട്യൂബൊക്കെ ഏതെങ്കിലും പ്ലാറ്റ്ഫോംസിലൊക്കെ വരുമ്പോഴത്തേക്കും അയ്യോ ഇത് നല്ല സിനിമയായിരുന്നല്ലോ, തിയേറ്ററിൽ മിസ്സായല്ലോ എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ സ്ഥിരം കാണുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും ആൾക്കാരിലേക്ക് ചിലപ്പം, കാരണം ഒത്തിരി സിനിമകൾ വരുന്നുണ്ടല്ലോ, ഒരുപാട് സിനിമകൾ വരുമ്പോഴത്തേക്കും പലപ്പോഴും ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് ആൾക്കാരിലേക്ക് ചിലപ്പോൾ എത്താത്തതുകൊണ്ടാവാം. പക്ഷേ നല്ലതിനെ എപ്പോഴും നമ്മൾ നല്ലതെന്ന് തന്നെ മലയാളി ഓഡിയൻസ് പറയുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഇത് കൃത്യമായിട്ട് ഒരുപക്ഷെ അത് മാർക്കറ്റിങ്ങിൻ്റെ അഭാവമാവാം, പ്രോപ്പറായിട്ട് മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ആളുകളിലേക്ക് എത്താഞ്ഞിട്ടാവാം. ഇങ്ങനത്തെ പല പല കാരണങ്ങൾ ചിലപ്പോൾ അതിന് ഉണ്ടാവാം എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ പറയുന്നൊരു കാര്യമാണ്, ഇപ്പോൾ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് ഇപ്പോൾ പറയുന്ന എല്ലാവരും പ്രേക്ഷകരായാലും സിനിമ കാണുന്നവർ പറയുന്നൊരു കാര്യമാണ്. അതായത് തിയേറ്റർ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് എപ്പോഴും സിനിമയ്ക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഞങ്ങളുടെ കൃഷ്ണൻകുട്ടി പണി തുടങ്ങി എന്ന് പറഞ്ഞ സിനിമ, ഞങ്ങൾ ആക്ച്വലി അത് കോവിഡ് സമയത്ത് ചെയ്തൊരു സിനിമയാണ്, 2021 ചെയ്ത എൻ്റെ പടമാണ്. അപ്പോൾ അത് നമ്മൾ തിയേറ്ററില്ല ആ സമയത്ത്, തിയേറ്ററെല്ലാം അടഞ്ഞു കിടക്കുന്ന സമയത്ത് ചെയ്തതാണ്. അന്നതൊരു OTT പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെയ്ത സിനിമയാണ്. അപ്പോൾ ആൾക്കാരെല്ലാം അത് കണ്ടിട്ട് ശരിക്കും തിയേറ്ററിൽ റിലീസ് ചെയ്യണമായിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് മിസ്സായി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചില പ്രിവ്യൂ ഒക്കെ വെച്ചിരുന്നു. ചില തിയേറ്ററുകളിൽ ചില സ്പെഷ്യൽ പ്രിവ്യൂ ഒക്കെ വെച്ചപ്പോഴത്തേക്കും ഇത് തിയേറ്ററിൽ തന്നെ കാണുന്ന പടമാണ്. പക്ഷേ അന്ന് നമുക്ക് തിയേറ്ററില്ല. അപ്പം അന്നത്തെ ആ ഒരു സിനിമയുടെ ഒരു ബിസിനസ് കൃത്യം അങ്ങനെയായിരുന്നു. നമ്മൾ സിനിമ കറക്റ്റായിട്ടൊരു പ്ലാറ്റ്ഫോമിന് വേണ്ടി നമ്മൾ ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ നമുക്ക് തിയേറ്ററിലേക്ക് പോകാനും പറ്റില്ല. പക്ഷേ എന്നാലും നമ്മൾ തിയേറ്ററിനകത്ത് ആ ഒരു വലിയ സ്ക്രീനിൽ ഇത്രയും
വലിയ ഒരു സൗണ്ട് ഫെസിലിറ്റിയിൽ ഇത്രയും ആൾക്കാരുടെ ഇടയിലിരുന്ന് കാണുമ്പോൾ അതൊരു വലിയ അനുഭവം തന്നെയാണ്. എപ്പോഴും സിനിമ തിയേറ്ററിൽ തന്നെ കാണണമെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. പക്ഷേ ഇപ്പോൾ ഈ OTT വന്നതുകൊണ്ട് പല സിനിമകളിലും പറയാറുണ്ട്, ഇനിയിപ്പോൾ OTT വരുമല്ലോ, ഇനിയിപ്പോൾ തിയേറ്ററിൽ പോയി കാണണ്ടെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ OTT വന്നതുകൊണ്ടുള്ള എന്തെങ്കിലും മാറ്റം തോന്നിയിട്ടുണ്ടോ സാറിന്? OTT വന്നുകൊണ്ടുള്ള മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ല സിനിമകൾ നമുക്ക് വിരൽത്തുമ്പിൽ എത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മളിപ്പോൾ വൃന്ദ എന്നോട് പറയുകയാണത് ഇന്ന പടം നല്ല പടമാണ് ഞാൻ കണ്ടു. അപ്പോൾ നേരെ ഞാൻ ചോദിക്കുന്നത് ഇത് എവിടെ കിട്ടും, എവിടെ കാണാൻ പറ്റും? അപ്പോൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേര് പറയുന്നു. ഞാൻ ആ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് വൃന്ദ ഒരു നല്ല പടം എന്ന് പറഞ്ഞു, അപ്പോൾ ഞാനത് സബ്സ്ക്രൈബ് ചെയ്യും. അപ്പോൾ എനിക്ക് ആ പ്ലാറ്റ്ഫോമിലുള്ള പടങ്ങളെല്ലാം അവൈലബിൾ ആകുകയാണ്. കാരണം നമുക്ക് അത്രയും എപ്പോഴും, അതായത് നമുക്ക് മുന്നിൽ ഓപ്പണായിട്ടൊരു ഗേറ്റ് ഇങ്ങനെ കിടക്കുക. ഇതിനകത്ത് ചിലപ്പോൾ OTT പല OTTകൾ ഇപ്പോൾ ഉണ്ട്. എല്ലാ സിനിമയും നമ്മൾ എത്തുന്നില്ല, എല്ലാ സിനിമയിലേക്ക് എത്തുന്നില്ല. പല സിനിമകളും നമ്മൾ പറഞ്ഞു കേട്ടും പല റിവ്യൂ വായിച്ചും ഒക്കെയാണ് അപ്പം നമുക്ക് പക്ഷെ അത് തേടി അലയേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിന് മുന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ CD-കളും ഒക്കെ ഉണ്ടായിരുന്ന കാസറ്റൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ചില സിനിമകൾ നല്ലതെന്ന് കേട്ടിട്ട് ഈ മറൈൻ ഡ്രൈവിലൊക്കെയുള്ള CD ഷോപ്പുകളിൽ പോയിട്ട് ചേട്ടാ ഈ സിനിമയുടെ CD കിട്ടുമോ, അല്ലെങ്കിൽ DVD കിട്ടുമോ, അപ്പോൾ അവരത് നോട്ട് ചെയ്ത് വെച്ച് അത് കണ്ടെത്താം എന്നിട്ട് അറിയിക്കാം എന്ന് പറയുന്നൊരു കാലഘട്ടം അതിന് മുന്നേ ഉണ്ടായിരുന്നല്ലോ. ഇപ്പം അതല്ല, എല്ലാം എപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതെ, ഇപ്പോൾ ഒരു കാലഘട്ടത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സിനിമ തിയേറ്ററിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ TV വരണമെന്നുണ്ടെങ്കിൽ ഒരു ഓണോ വിഷുവോ അങ്ങനെ എന്തെങ്കിലും വരുന്ന ഒരു സമയമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ OTT സിനിമകൾ വരുന്നുണ്ട് അല്ലേ, അതല്ലേ പറയുന്നത് ശരിക്കും. അപ്പോൾ ആൾക്കാരുടെ ഒരു വിചാരം എന്ന് പറയുന്നത്, അങ്ങനെ പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ്, ഇപ്പോൾ തിയേറ്ററിൽ ഇനിയിപ്പോൾ കാണേണ്ട ആവശ്യമില്ല, OTT വരുന്നുണ്ടല്ലോ സിനിമകൾ എന്നുള്ളത് കാര്യം അല്ലേ, അതല്ലേ വാസ്തവം എന്ന് പറയുന്നത്. അത് ചിന്തയുണ്ട് ആൾക്കാർ. ഇപ്പോൾ തിയേറ്ററിലേക്ക് ആൾക്കാർ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഒരു സൈഡിലുണ്ട്. പക്ഷേ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കാണുന്ന സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ അടുത്തൊക്കെ ഇറങ്ങിയ മലയാള സിനിമകൾ എല്ലാം തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ഈ വർഷം എന്ന് പറഞ്ഞാൽ 6 സിനിമകൾ തന്നെ വിജയിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ. അപ്പോൾ 2024 ഭയങ്കര നല്ല വർഷമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നല്ല വാർത്തകളാണ് എല്ലായിടത്തും സിനിമയെ പറ്റി കേട്ടുകൊണ്ടിരിക്കുന്നത്. നല്ലത് ആൾക്കാരുടെ മുന്നിൽ വന്നാൽ അവർ അക്സെപ്റ്റ് ചെയ്യും, തിയേറ്ററിൽ പോയി കാണും. രസമുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഈ വിജയിച്ച പടങ്ങൾ 4-5 എണ്ണം എടുത്ത് നോക്കുമ്പോൾ ഒരു പടം കണ്ട ഓരോ പടവും ഓരോ ഓഡിയൻസിന് ഓരോ ടൈപ്പാണല്ലോ. ഒന്ന് കണ്ട ആൾക്കാർ തന്നെ പോയി അടുത്തത് കാണും, അവർ തന്നെ അടുത്തത് കാണും. അപ്പോൾ എല്ലാത്തിനും ആള് കയറുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ ഈ OTT വന്നപ്പോൾ ഉണ്ടായ പ്രകടമായ മാറ്റം എന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, നമ്മളുണ്ടാക്കുന്ന ഒരു സിനിമ എന്ന് പറയുന്ന സംഭവത്തിന് അതിൻ്റെ വ്യൂവർഷിപ്പ്, അതിനെ കാണാനുള്ള ആൾക്കാരുടെ സാധ്യത നമ്മൾ ചിന്തിക്കുന്ന ലെവലിനേക്കാൾ അപ്പുറം പോയി എന്നുള്ളതാണ്. കാരണം നേരത്തെ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു സിനിമ ഇവിടെ ഉണ്ടാക്കിയിട്ട് ഒരു പുറത്തുള്ള ഒരു പ്രൊഡക്ഷൻ കമ്പനി ചിലപ്പോൾ അത് കാണണമെന്ന് നിർബന്ധമില്ല. അതായിരുന്നു നമ്മൾ ചിലപ്പോൾ നമ്മുടെ തിയേറ്ററുകളിൽ, നമ്മളുടെ 50-60 മാക്സിമം 100 തിയേറ്ററുകളിൽ അത് റിലീസായി പിന്നെ എപ്പോഴെങ്കിലും TV-യിൽ വന്ന് അതങ്ങ് ചിലപ്പോൾ അവസാനിക്കും. ഇപ്പം എന്ന് വെച്ചാൽ ഇതൊരു OTT-യിലേക്ക് ഇത് വരുന്ന ഒരു സമയം ഉള്ളപ്പോൾ ഈ സിനിമ ആരൊക്കെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വേണമെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളിലിരുന്ന് ആരൊക്കെ കാണുന്നു, എവിടെയൊക്കെ കാണുന്നു, അത് ചിലപ്പോൾ പല ആസ് എ ഫിലിം മേക്കർ എന്ന് പറഞ്ഞ് നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ പല പ്രൊഡക്ഷൻ ഹൗസുകൾക്ക് മുന്നിലേക്ക് ഇത് എത്തുകയാണ്, പല സ്റ്റാറുകളുടെ മുന്നിലേക്ക് ഈ നമ്മളുടെ സിനിമ എത്തുക. അതൊരു ഭയങ്കര സാധ്യതയാണ്. പക്ഷേ ഇപ്പോൾ ഒരു സാമ്പത്തിക അല്ലെങ്കിൽ പ്രൊഡ്യൂസർ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു OTT വരുന്നതും മറ്റേത് വരുന്നതും വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തിയേറ്റർ ഉടമകൾ തന്നെ പറയാറുണ്ട്, ഇപ്പോൾ 2018 ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, അതായത് എത്ര ആളുകൾ കയറുന്നോ ആ സിനിമയ്ക്ക് അവർക്ക് വരുമാനം ഉണ്ടാവണം, അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. ഇപ്പോൾ ഒരു നല്ല സിനിമ എത്ര ഇറങ്ങിയാലും തിയേറ്ററിൽ വരുമ്പോൾ നമ്മൾ ആ ഓഡിയൻസ് ഏറ്റെടുക്കുന്ന സിനിമകളും അതായത് തിയേറ്റർ ഉടമകൾ ഏറ്റെടുക്കുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ തിയേറ്റർ ഉടമകൾക്ക് ആ ഒരു വരുമാനം എന്നുള്ളതിൽ ചിന്തിച്ചിട്ടല്ലേ സിനിമകൾ ചെയ്യുന്നത് ഇപ്പോൾ 2018 വെച്ച് നോക്കുമ്പോൾ. അതെ, എല്ലാ സിനിമയും സത്യം പറഞ്ഞാൽ എല്ലാ സിനിമയും ഉണ്ടാക്കുന്നത് ഹിറ്റാവാനാണല്ലോ. ഒരു സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഡയറക്ടറും അതിലേക്ക് പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറും ഇതെഴുതുന്ന റൈറ്ററും അതിന് മ്യൂസിക് ചെയ്യുന്ന മ്യൂസിക് ഡയറക്ടർ, എല്ലാവരും അതിന് ക്യാമറ ചെയ്യുന്ന ക്യാമറമാനും ഒക്കെ, എല്ലാവരുടെയും ഒരു സിനിമയുടെ പ്രോസസ്സ് നടക്കുമ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, നമ്മൾ ചെയ്യുന്ന ഈ പ്രോഡക്റ്റ് നന്നാവണം, തിയേറ്ററിൽ ഇറങ്ങണം, തിയേറ്ററിൽ ഹിറ്റാവണം, പരമാവധി ആൾക്കാരിലേക്ക് എത്തണം, നമ്മളുടെ വർക്ക് അതിനകത്ത് ശ്രദ്ധിക്കപ്പെടണം, ഇത് കണ്ട് 4 പേര് എന്നെ വിളിക്കണം. ഇതാണല്ലോ എല്ലാവരുടെയും. അതിനകത്തൊരു സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ മനസ്സ് അത് ശ്രദ്ധിച്ചറിയാം, ഒരേ പോയിന്റിലേക്ക് അങ്ങ് പോകും. അതിനുവേണ്ടിയല്ലേ അവർ ഈ
കട്ടപ്പണി എടുക്കില്ലേ. അതെ 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 അതെ. അത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിയേറ്റർ ഉടമകളായാലും പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിൽ വരുന്നതിനാണ് അവർക്കൊരു ഒരു ഗുണം എന്ന് പറയുന്നത് അല്ലേ. അതൊരു വലിയൊരു ആഘോഷമാണല്ലോ ഒരു സിനിമ ഉണ്ടാകുന്നു. സിനിമ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എടുക്കുന്നു, ആ ഡിസ്ട്രിബ്യൂട്ടർ കുറേ തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നു. ഇതൊരു ഭയങ്കര ഒരു ഇവന്റ് അല്ലേ. ഈ ഇവന്റ് കൊണ്ട് എത്ര ആൾക്കാരാണ് ജീവിക്കുന്നത്. ഒരു സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ ഇപ്പം തൊട്ടടുത്ത് ഞങ്ങൾ ഇപ്പോഴത്തെ ഒരു പടം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കായിരുന്നു, എത്രയോ ആൾക്കാർ 100-100 പേരാണ് അതിൽ വർക്ക് ചെയ്യുന്നത്. ഈ 100 പേരെന്ന് പറയുമ്പോൾ ഒരാളുടെ വീട്ടിൽ മിനിമം ഭാര്യയും 2 പിള്ളേരും വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ 4 പേരുണ്ടാവും. 400ഓളം ആൾക്കാരാണ് ഒരു സിനിമ കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവർ. അത്രയും ആൾക്കാരാണ് മിനിമം ആ ഷൂട്ട് ഡേയ്സിലെങ്കിലും ജീവിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ മുന്നോട്ട് പോരുമ്പോൾ ഒക്കെ അത്രയും ഭയങ്കര വലിയൊരു ഇൻഡസ്ട്രി അല്ല, വളരെ വലിയൊരു ഇൻഡസ്ട്രി അല്ല ഇതിനകത്ത് നിൽക്കുന്നത്. അതൊരു ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ അത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ 4ാമത്തെ മൂവി എൻ്റെ ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നാലെ പറയാം. നമ്മൾ തന്നെയാണ് നമ്മളുടെ അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, പ്രൊഡ്യൂസർ ഷിപ്പിൽ നിൽക്കുന്നത് നമ്മൾ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഓരോരുത്തരുടെ പേയ്മെൻറ്റുകൾ അവരുടെ അക്കൗണ്ടിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതൊരു ഭയങ്കര നമുക്ക് സാറ്റിസ്ഫാക്ഷൻ തരുന്നൊരു കാര്യമാണ്. ഇപ്പം പലതരത്തിലുള്ള പ്രൊമോഷനുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രൊമോഷൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു സിനിമയുടെ വിജയത്തിന് ഒരു ഘടകം തന്നെയല്ലേ ശരിക്കും? ഉറപ്പായിട്ടും. സിനിമ ശരിക്കും നമ്മളൊരു ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുന്നത് പോലെ മാർക്കറ്റ് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് ഇറക്കേണ്ട ഉൽപ്പന്നമാണ് ഓരോ സിനിമയും. അതിനൊരു സ്ട്രാറ്റജി ഉണ്ട്, അതിനൊരു മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ട്, അതിൻ്റെ ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കണ്ടെത്തിയിട്ട്, കാരണം നമ്മളൊരു പ്ലാൻ ഇല്ലാണ്ട് ഒരു സിനിമ ഉണ്ടാക്കിയിട്ട് വെറുതെ 4 പോസ്റ്റർ ഒട്ടിച്ചാൽ ആ സിനിമ എനിക്ക് തോന്നുന്നില്ല ആൾക്കാർ കൃത്യമായിട്ട് ആളുകളിലേക്ക് എത്തില്ല. അപ്പോൾ ഈ സിനിമ ഞാൻ ആരെ ഉദ്ദേശിച്ചാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ഓഡിയൻസിലേക്ക് ഹിറ്റ് ചെയ്യുന്ന രീതിയിലേക്ക് അതിൻ്റെ പ്ലാൻ വർക്കൗട്ട് ചെയ്ത് അതിനുള്ള മെറ്റീരിയൽസ് ക്രിയേറ്റ് ചെയ്ത് ആ രീതിയിലേക്ക് അതിനെ കൊണ്ടുപോയി മാർക്കറ്റ് ചെയ്യുമ്പോഴാണ് അതെ എനിക്ക് പറ്റിയൊരു പടം വരുന്നുണ്ട് എന്നുള്ള തോന്നൽ നമുക്ക് വരികയും നമ്മളത് കാണാൻ തീരുമാനിക്കുകയും ചെയ്യും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ മെഴുതിരി അത്താഴങ്ങൾക്ക് ശേഷം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഹൊറർ കോമഡി ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം അതിൽ. അപ്പോൾ ആ ഒരു ചിത്രത്തിലെ ത്രെഡിലേക്ക് എങ്ങനെയാണ് വരുന്നത്? അത് ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. ഇത് ഓരോ ത്രെഡും എന്ന് പറയുന്നത് ആകസ്മികം എന്ന് പറയാൻ പറ്റില്ല. അത് ഇപ്പം ഞാൻ ഈ പറയാമല്ലോ, ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ്, ഓരോ അരിമണിയും കഴിക്കേണ്ട ആളുടെ പേര് അതിൽ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ നമ്മൾ എന്തുമാത്രം കഥകൾ കേൾക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഓരോ സിനിമയും കഴിയുമ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സിനിമയുടെ ഇപ്പോൾ പാവ കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് കഥകളുമായി വന്നു. അപ്പോൾ എനിക്ക് വന്ന കഥകളെല്ലാം തന്നെ പാവയുടെ ജോണറിൽപ്പെട്ട കഥകളാണ്. ഒരു ഒത്തിരി വയസ്സന്മാർ തമ്മിലുള്ള അങ്ങനത്തെ സാധനം, അല്ലെങ്കിൽ ആ സാധനം. ഇപ്പം മെഴുതിരി കഴിയുമ്പോഴത്തേക്കും മെഴുതിരിയുടെ ജോണറിൽപ്പെട്ട കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണൻകുട്ടി കഴിയുമ്പം അത്തരം കഥകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളത് പിടിക്കില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ വീണ്ടും വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യാന്നുള്ള ഒരു ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉള്ളതുപോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കി ഒരുപാട് കഥകൾ കേട്ട്, അപ്പോൾ നമ്മളൊരു റൈറ്റർ വന്നൊരു കഥ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഭയങ്കര ഫുൾ എഴുതി തീർത്ത സ്ക്രിപ്റ്റ് വേണമെന്നില്ല. ഒരു അരമണിക്കൂർ ഒരാൾ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒരു റൈറ്റർ വന്ന് വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു സാധനം നമ്മളോട് പറയുമ്പോൾ നമുക്ക് അതിനകത്തൊരു സിനിമയുടെ കിട്ടും. കൊള്ളാമല്ലോ, ഈ സാധനം കൊള്ളാമല്ലോ, ഇതാണെങ്കിൽ അത് എഴുതി വന്നാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഭംഗി, അങ്ങനെ നല്ല രീതിയിൽ എഴുതി വന്ന ഒരു സാധനത്തെ ഷൂട്ട് ചെയ്താൽ അതിനേക്കാൾ ഭംഗിയാക്കാമല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരുമല്ലോ. അപ്പോൾ ഈ കഥകൾ ഒരുപാട് നമ്മളൊക്കെ എല്ലാ കഥയും കേൾക്കും. ആ ഒരു കഥ കേൾക്കാൻ മോന്ന് ചോദിച്ച് വിളിച്ചാലും കേൾക്കും. ചൂസ് ചെയ്യുന്നത് പല പല കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഒരു ബേസിക്കലി ഞാൻ ചൂസ് ചെയ്യുമ്പോൾ ബേസിക്കലി എനിക്ക് ഇഷ്ടപ്പെടണം. പിന്നെ അത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് വെച്ചാൽ, എനിക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെടുത്താൽ പൊങ്ങുന്ന ഒരു സാധനമാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് തന്നെ വരണം. അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ്. പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഇത് കൊള്ളാമല്ലോ, പറയാത്ത ഏരിയ ആണല്ലോ, പുതുമയുണ്ടല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നലൊക്കെ വരുമ്പോൾ ഇത് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വരും. പണ്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഭരതനൊക്കെ സിനിമ ചെയ്യുമ്പോൾ ഒരു മനസ്സിലൊരു വരച്ചൊരു കഥാപാത്രം എങ്ങനെയാണെന്നൊരു വരയ്ക്കുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നിട്ടാണ് പിന്നെ ആ ഒരു കഥാപാത്രത്തെ കണ്ടെത്തുക എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സംവിധാനം അല്ലെങ്കിൽ ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ
ആ ഒരു കാസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇപ്പം നിങ്ങളുടെ മനസ്സിലൊരു ആ കഥാപാത്രത്തിന് ഇന്ന ആളുടെ ഒരു മുഖമുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാറുണ്ടോ സാധാരണ? ഉറപ്പായിട്ടും നമ്മളിപ്പോൾ കഥ കേട്ട് പോരുമ്പം തന്നെ ഫസ്റ്റ് നറേഷനിൽ തന്നെ അതിനകത്തെ കഥാപാത്രങ്ങളുടെ ഏകദേശം ഒരു രൂപം നമ്മൾ മനസ്സിൽ ഫിക്സ് ചെയ്യും. ഇങ്ങനെയൊക്കെ ആക്കാം, ഈ കഥാപാത്രത്തെ ഈ രൂപത്തിലൊക്കെ കൊണ്ടുവരാം, ഇന്ന കോസ്റ്റ്യൂം കൊടുക്കാം, അല്ലെങ്കിൽ ഇന്നതുപോലത്തെ ഒരു ലുക്ക് ആൻഡ് ഫീൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ റൈറ്ററോട് ഇങ്ങനെ ആക്കിയാൽ എങ്ങനെ ഉണ്ടാവും, അപ്പോൾ റൈറ്റർക്കും അത് കൊള്ളാം, അത് പിടിക്കാം, രസമുണ്ടാവും. അല്ലെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ ആക്കിയാലോ, പലതും ഇങ്ങനെ ആക്കിയാൽ എങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ എന്നാൽ പിന്നെ അത് ഇങ്ങനെ ആക്കിയാലോ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചോദ്യവും പറച്ചിലും കൂടെയാണ് പല സിറ്റുവേഷനും പല കഥാപാത്രങ്ങളും ഉരുത്തിരിഞ്ഞ് നമ്മളുടെയൊക്കെ സിനിമകളിൽ വന്നിട്ടുള്ളത്. അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കൊണ്ടും കൊടുത്തും ഉള്ള ആ ഒരു പരിപാടികളിലൂടെയാണ് നമ്മളൊരു സാധനം ഫിക്സ് ചെയ്യുന്നത് എപ്പോഴും. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഒരു പ്രവണതയാണ്, ഇപ്പോൾ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് റിവ്യൂ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സിനിമയെ അത് അധിക്ഷേപിക്കാതെ തന്നെ മാന്യമായ രീതിയിൽ റിവ്യൂ ചെയ്യുന്നവരുണ്ട്, അതുപോലെ നെഗറ്റീവ് റിവ്യൂ ചെയ്യുന്നവരുണ്ട്. അതിനോടുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? റിവ്യൂസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പേഴ്സണലി റിവ്യൂകളുടെ പിന്നാലെ അധികം പോവാറില്ല. എനിക്ക് കാണണമെന്ന് തോന്നുന്ന സിനിമകൾ ഞാൻ കാണുന്നു എന്നുള്ള നയമാണ് എപ്പോഴും ഞാൻ സ്വീകരിക്കുന്നത്. ഞാൻ കാണുന്ന ഒരു സിനിമയും റിവ്യൂ കണ്ടിട്ടോ വായിച്ചിട്ടോ അല്ല ഞാൻ കാണുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ റിവ്യൂകൾ അങ്ങനെ നോക്കാറുമില്ല. വല്ലപ്പോഴും ഇങ്ങനെ മുന്നിൽ വരുന്ന സാധനം നോക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു സിനിമ കാണാൻ തീരുമാനിച്ചാൽ ഇതിനെപ്പറ്റി ആൾക്കാർ എന്താണ് മജോറിറ്റി പറയുന്നതെന്ന് ഞാൻ ഒരിക്കലും നോക്കാറില്ല. ഇപ്പോൾ എന്നെ അട്രാക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ചിലപ്പോൾ അതിൻ്റെ പോസ്റ്ററിലെ ചില പോസ്റ്റർ കണ്ടാൽ ഭയങ്കര ഒരു ലൈഫൊക്കെ തോന്നുന്ന ചില പരിപാടി കണ്ടാൽ എനിക്ക് ചിലപ്പോൾ ഇത് കാണണമെന്ന് ഇത് കാണണം, എന്തായാലും ഈ സിനിമ കാണണം എന്ന് നമ്മൾ തീരുമാനിക്കും. ഇപ്പോൾ ചിലപ്പോൾ ചില ടീസർ കണ്ടാലോ, ഞാൻ ഇങ്ങനെയൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് എൻ്റെ ഒരു പേഴ്സണൽ സിനിമ കാണണമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സാറിന് ഇപ്പോൾ ഒരു വ്യത്യസ്തമായിട്ട് ഇനിയിപ്പോൾ ഒരു ഡ്രീമായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യണം അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്? അല്ലെങ്കിൽ ഇപ്പോൾ ഇന്ന് ഒരു മമ്മൂക്ക അല്ലെ ലാലേട്ടൻ അവരെ വെച്ചിട്ടൊരു ഡ്രീം പ്രോജക്റ്റ് ചെയ്യണം എന്ന് വല്ല ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞാൽ മമ്മൂക്ക, ലാലേട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആർട്ടിസ്റ്റുകളെയും വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ, അതായത് ഓരോ പ്രൊജക്റ്റും ഡ്രീം പ്രൊജക്റ്റാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഇപ്പോൾ ഒരു പുതിയൊരാളെ വെച്ച് ഒരു സാധനം അറ്റംപ്റ്റ് ചെയ്യാനും അപ്പോഴും എനിക്കത് ഡ്രീം പ്രൊജക്റ്റാണ്. എൻ്റെ അടുത്ത പ്രൊജക്റ്റ് എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്യുന്ന പ്രൊജക്റ്റ് ഡ്രീം പ്രൊജക്റ്റായിട്ട് കാണുന്ന ആളാണ് ഞാൻ. കാരണം നമ്മൾ ആ സിനിമ ഇപ്പോൾ കാക്കയ്ക്കും പെൺകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലത്തെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഒരു പരിപാടി, അപ്പം അതിനകത്ത് ചിലപ്പോൾ ഒരു വലിയ സ്റ്റാർ വേണ്ടതായിരിക്കാം. അപ്പം നമ്മൾ ആ സ്റ്റാറിലേക്ക് എത്താനും ആ സ്റ്റാറിനെ ഈ സിനിമയായിട്ട് അസോസിയേറ്റ് ചെയ്യിക്കാനുള്ള റൂട്ടുകൾ തേടും. ചിലപ്പോൾ ഒരു ടോട്ടലി ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരാൾ വരേണ്ടതായിരിക്കാം. അപ്പോൾ അതെങ്ങനത്തെ ആൾ, എന്താണ് അയാൾക്കുണ്ടാവേണ്ട പ്രത്യേകത, അയാൾ ഏത് രീതിയിലുള്ളതായിരിക്കണം, അയാളെ കണ്ടാൽ എങ്ങനെ ഇരിക്കണം, അയാൾ എങ്ങനെ സംസാരിക്കണം. അപ്പം നമ്മൾ അത് കുറച്ചുകൂടെ ടഫായിട്ടുള്ളൊരു ടാസ്ക്കാണ്. കാരണം നമുക്ക് വെറുതെ ആരെയും പിടിച്ച് മുന്നിൽ കൊണ്ട് നിർത്താൻ പറ്റില്ലല്ലോ. നമ്മൾ അതിനൊരു അന്വേഷണം ഇങ്ങനെ കൃത്യമായിട്ട്, അതൊരു വലിയ ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഓരോ പ്രോജക്റ്റും അതിൻ്റേതായിട്ടുള്ളൊരു വാല്യൂവും അതിൻ്റേതായിട്ടുള്ളൊരു ഡ്രീം സ്വഭാവം ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു. അതുപോലെ തന്നെ ഇപ്പം മലൈക്കോട്ടെ വാലിബൻ ഇറങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു, അതായത് വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ് ലാലേട്ടൻ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ വ്യത്യസ്തത ചെയ്ത മമ്മൂക്കയും നിരവധി കാതൽ അങ്ങനത്തെ മൂവീസൊക്കെ വ്യത്യസ്തമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ വാലിബൻ ഇറങ്ങിയ സമയത്ത് അങ്ങനെ അധികം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല പലരും. അത് സിനിമ കഴിഞ്ഞ് കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ മമ്മൂക്ക ചെയ്യുമ്പോൾ ആ ഒരു സിനിമ ചെയ്ത സമയത്ത് അത് പെട്ടെന്ന് പ്രേക്ഷകരെ ഏറ്റെടുത്തിരുന്നു. എന്നാൽ ഷിബു ബേബി ജോണൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നു, ലാലേട്ടൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ലാലേട്ടൻ അങ്ങനെ ആ ഒരു നരസിംഹം പോലുള്ള സിനിമകൾ ചെയ്യണം, അങ്ങനത്തെ ഒരു പ്രേക്ഷകരാണുള്ളത്. അപ്പോൾ അതിനോടുള്ള ഒരു അഭിപ്രായം എന്താണ്? ഇവരൊക്കെ വ്യത്യസ്തമായ കഥകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ. അവരുടെയൊക്കെ ഓരോ വ്യത്യസ്തമായ സിനിമകളും ഭയങ്കര സന്തോഷത്തോടെ ഭയങ്കര ആസ്വദിച്ച് ഞാനും കാണുന്നുണ്ട്. അങ്ങനത്തെ എന്തെങ്കിലും സിനിമ അവർക്ക് വേണ്ടി ഒരുക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. ശരിക്കും അത് ഇപ്പോൾ സാറൊരു ഡയറക്ടർ എന്ന നിലയിലാണ് പറയുന്നത്. ഒരു പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ഫൈറ്റ് സീൻ അല്ലെങ്കിൽ കുറച്ച് BGM അല്ലെങ്കിൽ കുറച്ച് ഒരു ഇടി അങ്ങനത്തെ സോങ്സ് അങ്ങനത്തെയൊക്കെയാണ് ഒരു പ്രേക്ഷകരുണ്ട്. അപ്പോൾ മമ്മൂക്ക ചെയ്യുന്ന സമയത്ത് അത് ഏറ്റെടുത്തിരുന്നു, ആ ഫസ്റ്റ് ദിവസം തന്നെ ഏറ്റെടുത്തു. അത് ഷിബു ബേബി ജോൺ പറഞ്ഞൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഏറ്റെടുക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ഇതുള്ള കഷ്ടപ്പാടുള്ള ഒരു കാര്യം തന്നെയല്ലേ ഒരു സിനിമ പിന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും
പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ള, അങ്ങനെ ഇഷ്ടപ്പെടുമ്പോഴാണല്ലോ ആ സിനിമ വിജയിക്കുന്നത്. വിജയിച്ചു എന്ന് വ്യത്യസ്തമായി ചെയ്യുമ്പോഴും അത് വിജയിക്കപ്പെടാതെ പോയിട്ടുണ്ട് പല സിനിമകളും. ഉറപ്പായിട്ടും പല പരീക്ഷണങ്ങളും നമ്മൾ ചിലപ്പോൾ നല്ല പരീക്ഷണങ്ങളായിരിക്കും, ചിലപ്പോൾ ആ പരീക്ഷണങ്ങൾക്ക് വേണ്ടത്ര അംഗീകാരം, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പല പരീക്ഷണങ്ങൾക്കും എത്ര നല്ലതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ സ്പോട്ടിൽ ചിലപ്പോൾ അംഗീകാരം കിട്ടുന്നുണ്ടാവില്ല. പക്ഷേ അന്നേരത്തെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോട്ടിൽ അംഗീകാരം കിട്ടിയില്ലെങ്കിൽ നഷ്ടം എന്ന് പറയുന്ന ഒരു പരിപാടി സംഭവിക്കും. ആ സംഭവം വരുന്നത് പ്രൊഡ്യൂസർക്കാണ്. ആ സിനിമയ്ക്ക് വേണ്ടി പൈസ ഇറക്കുന്ന പ്രൊഡ്യൂസറാണ് അവിടെ നഷ്ടം സംഭവിക്കുക. അതിൻ്റെ മേക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് ആ പടം, അന്നിറങ്ങിയ പടം ഗംഭീരമായിരുന്നു എന്ന് പറയുന്നത് മേക്കർക്ക് ചിലപ്പോൾ ഗുണം ചെയ്യും. പക്ഷെ അപ്പോൾ അവിടെ ഒരാൾ സഫർ ചെയ്യപ്പെടുന്നുണ്ട്, ഈ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരാളവിടെ സഫർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എപ്പോഴും എല്ലാ സിനിമയ്ക്കും സ്പോട്ടിലൊരു വിജയം ഉണ്ടാവുകയും അറ്റ്ലീസ്റ്റ് അതിനൊരു ബ്രേക്ക് ഈവൻ ഉണ്ടാവുകയും ചെയ്യുന്ന സമയത്ത് രക്ഷപ്പെടുന്നയാൾ പ്രൊഡ്യൂസറാണ്. കാരണം ഇപ്പം ഞാനൊക്കെ ഒരു സിനിമയെ പറ്റി ആലോചിക്കുമ്പോഴത്തേക്കും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സിനിമ കൊണ്ട് അതിനുവേണ്ടി മുടക്കുന്ന പൈസ അറ്റ്ലീസ്റ്റ് തിരിച്ചു കിട്ടണം. കാരണം നഷ്ടം വരരുത്, കാരണം ആ സിനിമ ആരുടെയും കണ്ണീര് വീഴ്ത്തുന്നതാവരുത് എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് നമ്മൾ ഓരോ ചുവടും വയ്ക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ ഒരു ലൈഫിൽ സാറിന് ഏറ്റവും കൂടുതൽ ഒരു ഡയറക്ടർ അല്ലെങ്കിൽ നമുക്ക് ഇദ്ദേഹത്തിനെ കണ്ടിട്ട് നമുക്കതൊരു ഇൻസ്പിറേഷൻ വന്നിട്ട് അങ്ങനെ ഒരു സംവിധായകനുണ്ടോ? എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ വന്നിട്ടുണ്ടായിരുന്നു പ്രിയദർശൻ സാറാണ്. എനിക്കൊരു ബോധം വെച്ച സമയം തൊട്ടേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പ്രിയദർശൻ മൂവീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിത്രം അങ്ങനെ മൂവീസിലൊക്കെ ഒരു കളർ ഗ്രേഡ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു അല്ലേ? അതെ, ഭയങ്കര എനിക്ക് തോന്നുന്നു കുറച്ച് കാര്യങ്ങൾ ഈ പ്രിയൻ സാറിൻ്റെ പടങ്ങൾക്ക് ഭയങ്കര വിഷ്വൽ ബ്യൂട്ടി ഉണ്ട്, ഭയങ്കര വിഷ്വൽ ബ്യൂട്ടിയാണ്. കാരണം ഒരു പെയിൻറ്റിങ് പോലെ നമുക്ക് ചുമ്മാ ഫ്രെയിമിൽ തന്നെ നോക്കിയിരുന്നാൽ പോലും ഒരു സിനിമയ്ക്കകത്ത് പ്രിയൻ സാറിൻ്റെ ഒരു പടത്തിനകത്ത് എങ്ങനെ വന്നാലും ഒരു നല്ല ഫ്രെയിമുകൾ ഉണ്ടാവും, ഒരു നല്ല പോർഷൻ. എല്ലാ പടത്തിലും നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ലോക്കായി നിൽക്കുന്ന കുറേ ഇമേജുകൾ അവശേഷിപ്പിച്ചിട്ടാണ് ആ സിനിമ അവസാനിക്കുന്നത്. അതൊരു ഭയങ്കര സംഭവമാണ്. നമ്മളിപ്പോൾ ചില സിനിമകൾ കാണുമ്പോൾ പിന്നെ ചില സിനിമകൾ കാണുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, കണ്ടു കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സിൽ അതിനകത്തൊരു സാധനം പോലും നമ്മുടെ മനസ്സിൽ പതിഞ്ഞ് കിടപ്പുണ്ടാവില്ല. പക്ഷേ അത്തരം ഇമേജുകളോ ചില ഡയലോഗുകളോ ചില സീനുകളോ മനസ്സിൽ പതിപ്പിക്കാൻ പറ്റിയാൽ അത് ഭയങ്കര സംഭവമാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും പ്രിയൻ സാറ് ഭയങ്കര ഒരു റോൾ മോഡലായിട്ട് എൻ്റെ മുന്നിൽ ഞാൻ തന്നെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഒരു കാലത്ത് അദ്ദേഹം ഒരുപാട് പരസ്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പരസ്യങ്ങളും സിനിമകളും ഒരേപോലെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡയറക്ടറായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരിക്കുന്നത്. ആ ഇൻസ്പിറേഷനിലാണ് ഞാനും ഈ പറഞ്ഞ പോലെ ഞാനും പരസ്യങ്ങളും സിനിമകളും ഒരേപോലെ കൊണ്ടുപോകുന്നുണ്ട്. എൻ്റെ ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തെ തന്നെയാണ്. ഇതിപ്പോൾ സിനിമയിലെ കഥാപാത്രങ്ങളൂടെ തന്നെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങൾ കുറേ ഉണ്ടല്ലോ, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് അതൊക്കെ നന്നാകുമ്പോൾ തന്നെ ആ സിനിമയുടെ മൊത്തം ഒരു ഗതി തന്നെ മാറും അല്ലേ? ശരിക്കും ഇപ്പോൾ പ്രിയദർശൻ മൂവീസിലൊക്കെ അങ്ങനെയാണ്. അതൊരു ബ്യൂട്ടി ഉണ്ടല്ലോ, വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും ഒരു ഘടകം തന്നെയാണ് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ദിലീഷ് സാറുമായിട്ടുള്ള ഒരു സുഹൃത്ത് ബന്ധം എങ്ങനെയാണ്? ദിലീഷ് ഞങ്ങളൊക്കെ ഞങ്ങൾ കൂട്ടുകാരാണ്, ഞങ്ങൾ ക്ലാസ്മേറ്റ്സാണ്, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്. ചെറുപ്പം തൊട്ട് ഞങ്ങൾ ഒന്നിച്ച് ഈ വിഷ്വൽ മീഡിയയിലേക്ക് കാലെടുത്ത് വെച്ചവരാണ്, ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവരാണ്. വളരെ നല്ലൊരു അടുപ്പമുണ്ട്, നല്ലൊരു സൗഹൃദം അന്ന് തൊട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ടോ അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ? സംസാരിക്കാറുണ്ട്, വിശേഷങ്ങൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പറയാറുണ്ട്. അതെ, ഒരു സംവിധായകൻ എന്ന നിലയിൽ അതുപോലെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ് കുറച്ചും കൂടി ഇത് തോന്നിയിട്ടുള്ളത് ദിലീഷ് സാറിൻ്റെ? എനിക്ക് ദിലീഷിലെ ഡയറക്ടറെ ഇഷ്ടമാണ്, ദിലീഷിലെ ആക്ടറെ ഇഷ്ടമാണ്, ദിലീഷിലെ പ്രൊഡ്യൂസറെ ഇഷ്ടമാണ്. മൂന്നും എനിക്ക് ഇഷ്ടമാണല്ലേ? ഓക്കെ. ഇനിയിപ്പോൾ അപ്കമിങ് പ്രോജക്ട്സ് ഏതൊക്കെയാണ് പുതിയതായിട്ടുള്ള? എൻ്റെതിപ്പോൾ ഒരു പടം ആക്ച്വലി നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് നിൽപ്പുണ്ട്. ഇപ്പോൾ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ്. അപ്പോൾ പേര് പറയാം, വിശേഷം എന്നാണ് സിനിമയുടെ പേര്. അപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നു. ഇപ്പോൾ അതിൻ്റെ ഡബിനടയ്ക്കുന്നതാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ആക്ച്വലി ആനന്ദാണ് സ്ക്രിപ്റ്റ്, ആനന്ദ് മധുസൂദനൻ. അങ്ങനെ പോകുന്നു സംവിധാനം. ബാക്കി അതിനകത്ത് കുറച്ച് വിശേഷങ്ങളുണ്ട് പുറത്ത് പറയാനായിട്ട്. ആ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾക്കായി കാത്തിരിക്കാം. അപ്പോൾ ആ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നല്ല സിനിമകൾ ഇനിയും ചെയ്യാൻ സാധിക്കട്ടെ എന്ന് കൂടി ഞാൻ പറയുകയാണ് ഈ ഒരു അവസരത്തിൽ. താങ്ക് യു സർ.